എനിക്ക് സമ്മതമാണ് നബിയേ. എന്റെ പൊന്നാര മകള് കോടീശ്വരനായ അംർ ഇബ്നു വഹബ് പറയുകയാണ്, എന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം ഉറപ്പിച്ച പൊന്നുപോര് അംർ ഇബ്നു വഹബിന്റെ പൊന്നുമോള് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ. വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണമല്ലോ നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബിമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങാൻ പറഞ്ഞു വിടുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ, എത്രയോ കൊല്ലങ്ങൾ മോഹിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനും തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തില്ല. അവസാനം ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. പടച്ചവനെ, വല്ലാത്ത ആഗ്രഹത്തോട് സഹാബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചുറപ്പേ അല്ലാഹുവേ, അവിടുന്ന് പണവും വാങ്ങിയിട്ട് പടച്ചവനെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിലേക്ക് കടന്നു പോവുകയാ. വിവാഹ വസ്ത്രം വാങ്ങാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങാൻ, പുതുമണവാളനെ പോലെ ഒരുങ്ങുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പണവുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാണ്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാ. യുദ്ധത്തിന് തയ്യാറെടുക്കണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണ്. പടച്ചവനെ, കൊല്ലങ്ങളായി നടന്നിട്ട് ആരും വിവാഹം കഴിച്ചു കൊടുക്കാ തയ്യാറായില്ല. അവസാനം ഒരു നല്ല പെണ്ണിനെ കിട്ടി. ആ പെണ്ണിന് ധരിക്കുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങാൻ പട്ടണത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് ഈ ശബ്ദം അങ്ങ് കേൾക്കുമ്പോ അല്ലാഹുവേ, മഹറിന് കൊടുക്കാ പടച്ചവനെ പുതുവസ്ത്രം വാങ്ങാ കമ്പോളത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പേ കടന്നു ചെന്നിട്ടൊരു കുതിരയെ വാങ്ങുകയാ. ഒരു കുതിരയെ വാങ്ങി, ഒരു വാള് വാങ്ങി, പടച്ചവനെ ഒരു പടയങ്കി വാങ്ങി, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങി. അല്ലാഹുവേ, എന്നിട്ടെല്ലാം വാങ്ങിയിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് തന്റെ മുഖമങ്ങ് തുണി കൊണ്ട് കെട്ടിക്കിടക്കുകയാ. കണ്ണുകൾ മാത്രം വെളിയിലാക്കി ആ പുതുമണവാളൻ തന്റെ മുഖം മുഴുവനും അങ്ങ് മറയ്ക്കുകയാണ്. എന്തിനെന്നറിയുവോ എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് പോകാരാ. യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി തന്റെ മുഖം മറച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞിറങ്ങുകയോ. പടച്ചവനെ, ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ കണ്ടു, അത് മരക്കാണോ അതോ മനുഷ്യനാണോ? പടച്ചവനെ, ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ച് തരിപ്പണമാക്കുകയോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ ആകാംക്ഷയോടെ നോക്കുകയാ. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, മുഖം മുഴുവനും മറച്ചിട്ടിരിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോ യുദ്ധക്കളത്തിലെ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നു ഈ ചെറുപ്പക്കാരനെ കാണാ. എല്ലാവരും ഓടുകയാണ്. അവൻ ആരാണെന്നറിയണമല്ലോ. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ആരാ കിടക്കുന്നത്? ശരീരം മുഴുവനും വെട്ടുകൊണ്ട് 72ഓളം വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? നാളെ വിവാഹ പന്തലിൽ കടന്നു പോകേണ്ടവരോ, നാളെ ഒരു പെണ്ണിന്റെ കൈ പിടിക്കേണ്ടവരോ, നാളെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരോ ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സഅദ് റളിയല്ലാഹു തആല അൻഹു ആ മുഖം മറച്ചിട്ട് പോയ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? അത് സഅദാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടി വരികയാണ്.
അള്ളാന്റെ റസൂല് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ മടിയിലേക്ക് വെക്കുകയാണ്. പ്രവാചകന്റെ മടിയിലേക്ക് വെച്ചു. അള്ളാന്റെ റസൂല് ചോദിച്ചു, സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ സഅദ്, എത്ര കൊല്ലത്തെ അഭിലാഷമായിരുന്നു സഅദ്, ഒരു സുന്ദരിയായ പെണ്ണ് നിന്നെ കാത്തിരുന്നപ്പോ നീ എന്തിനാ യുദ്ധക്കളത്തിലേക്ക് വന്നത്? നിന്നെ ഞാൻ പുതുവസ്ത്രം വാങ്ങാൻ പറഞ്ഞു വിട്ടതല്ലോ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല എന്തിനാണ് മുഖം മറച്ചതെന്നറിയുവോ? യുദ്ധക്കളത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് സഅദ് അറിയാ. കാരണം നാളെ വിവാഹമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ മുഖം മറച്ചതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോ സഅദ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പൊന്നുമോനെ, ഈ നശ്വരമായ ദുനിയാവല്ലല്ലോ, ഇനി ഒരു വലിയ ജീവിതമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ? എല്ലാരും അല്ലാഹുവേ എന്റെ കുടുംബം കൊടുത്തു, എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ ഭാര്യയെ കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ പറയാറ് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ. എനിക്ക് പറയാമല്ലോ, എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി എനിക്ക് പോരാടിയിട്ട് ശഹീദാകാ കഴിഞ്ഞല്ലോ. എനിക്കത് മതി നബിയേ. നാളെ പടച്ചറപ്പ് ചോദിക്കുമ്പോ പറയാൻ എനിക്കിതെങ്കിലും ഉണ്ടല്ലോ. നാളെ സ്വർഗത്തിന് ജന്നാത്തിൽ ഫിർദൗസ് എനിക്ക് കിട്ടുമല്ലോ നബിയേ. നാളെ അവിടെ അങ്ങയുടെ കൂടെ നടക്കാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ സഹാബി അവിടെ കിടന്ന് മരണപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്ത് മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പ്രവാചകനെ പെട്ടെന്ന് തലതിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് റസൂലുള്ള തലതിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ 72 വെട്ടുകൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന നാളെ വിവാഹ പന്തലിൽ കടന്നു പോകണ്ട? ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ എന്തിനാണ് ചിരിച്ചുകൊണ്ട് തലമടക്കിയത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, യാ സ്വഹാബാ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ ആ സഅദിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുന്ന കാഴ്ച കണ്ട് സഹാബ. അതിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന്റെ കാൽപാദം വെളിവായി സഹാബ. അത് കണ്ടപ്പോ കാണാതിരിക്കാനാണ് ഞാൻ തലതിരിച്ചതെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹു സിറാജിനോട് ചോദിക്കും, അല്ലാഹു നിങ്ങളോട് ചോദിക്കും, ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചടാ എന്ന് പറയും. പൊന്നുമോനെ, മൊബൈലിൽ ചിലവഴിച്ചെന്നോ, വാട്സപ്പില് ചിലവഴിച്ചെന്നോ, ഫേസ്ബുക്കില് ചിലവഴിച്ചെന്നോ, അതോ റോഡിന്റെ സൈഡില് ചിലവഴിച്ചെന്നോ, അതോ സ്കൂളിന്റെ ഫ്രണ്ടില് ചിലവഴിച്ചെന്നോ, അല്ലെങ്കിൽ ജീവികളുടെ മുന്നിൽ ജീവിതം തുലച്ചു എന്ന് പറയാ കഴിയുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് അല്ലാഹു തന്ന ആയുസ് അല്ലാഹു കൊടുക്കുമോര്, അല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല, അല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല. മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ വല്ലാത്തവരെ ചെറുപ്പക്കാരനാ മോനെ, അതുപോലെയാകണം ചെറുപ്പക്കാരോ. വീടിന്റെ മുന്നിലെ കബറ കുടിച്ചിട്ടടോ. റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്നവരെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വീടിന്റെ മുന്നിലെ കബറ കുടിച്ചിടും. പടച്ചവനെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ കബറിനകത്തിറങ്ങി കിടക്കാറാ. കബറിനകത്തൊരൽപ്പം സമയം കിടക്കാറുണ്ട്. എന്നിട്ട് ഇറങ്ങി വെളിയിലേക്ക് പോകും. അവസാനം പാതിരാത്രി വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, തന്റെ ബെഡ്റൂമിൽ കയറി കിടക്കുന്നത്
പറയുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഖബറിനകത്തിറങ്ങി കിടക്കുകയാ. അല്ലാഹുവേ, അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് റബിയ ഖബറിനകത്ത് കിടക്കുന്നത്? എന്തിനു വേണ്ടിയാ? 6 അടി മണ്ണിനകത്തേക്ക് പോയി കിടക്കേണ്ടവനല്ലേ? ഒന്ന് ശീലിക്കുകയാണ്, എനിക്കൊന്ന് ശീലിക്കണമല്ലോ. 6 അടി മണ്ണിലേക്ക് പോകുമ്പോ എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് വരില്ലല്ലോ, എന്റെ കൂട്ടുകാര് വരില്ലല്ലോ, എന്റെ ഭാര്യസന്താനങ്ങൾ വരില്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്ന ഒരാളും എന്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക് വരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട വീടാണല്ലോ. അതിനുവേണ്ടി ഒന്ന് തയ്യാറെടുക്കുകയാ സഹാബ. മോനെ, നീ ഖബറിനകത്ത് പോയി കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പള്ളിക്കാട്ടിൽ പോയി ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മോനെ, 24 മണിക്കൂറും ഖബറിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഖബർസ്ഥാനിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്തെങ്കിലും നീ 6 അടി മണ്ണിനകത്തേക്ക് പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കൊന്ന് വേണം ചെറുപ്പക്കാരാ. അല്ലാതെ ആവശ്യ പള്ളത്തിറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുന്നിൽ നിസ്കാരം നടക്കുന്ന സമയത്ത്, പള്ളിയിൽ കയറേണ്ട സമയത്ത് കൂട്ടുകാരൻ ബൈക്കിൽ പാഞ്ഞു വരികയാണ്. അവന്റെ കൂടെ കേറിയിട്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ പോവുകയോ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയോ. മോനെ, എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്ന ലില്ലാഹി തആല ഇബാദുൻ, അല്ലാഹുവേ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, അതാ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. യഖഅദൂന അലൈഹാ വഖൗമുൻ ലിബാസുഹും ഹരീർ വവുജൂഹുഹും ലനൂർ. നാളെ എല്ലാവരും അല്ലാഹുവിന്റെ പരലോകത്ത് നിൽക്കുമ്പോ പടച്ചവനെ ഒരു സ്വർണ്ണത്തിന്റെ സിംഹാസനം കൊണ്ടുവരികയാണ്. എന്നിട്ട് സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കുകയോ, അവന്റെ തലയിൽ കിരീടം ധരിപ്പിക്കുകയോ, എന്നിട്ടൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, കുഞ്ഞായ റസൂലല്ലാഹ്, ആരെയാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന ദിവസമുണ്ടല്ലോ, ഒന്നുകിൽ നരകം ഒന്നുകിൽ സ്വർഗം. അല്ലാഹുവേ, ഇവിടെ നിൽക്കാൻ വയ്യ പടച്ചവരെ, നരകത്തിലാണെങ്കിലും കുഴപ്പമില്ല അല്ലാഹ്, ഒന്ന് കടത്തി വിടുമോ എന്ന് ചോദിക്കുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് സ്വർണ്ണത്തിന്റെ സിംഹാസനത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇരുത്തുമെന്ന് പ്രവാചകൻ പറയുമ്പോ